ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ ദേ രാവിലെ തന്നെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ വീടിനടുത്തുള്ള ഏതെങ്കിലും തട്ടിൽ നിന്ന് മീൻ മേടിക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും മാർക്കറ്റിലൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ദേ അങ്ങനെ പഞ്ചി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം തിരക്ക്. പിന്നെ കുറേ അധികം എന്തൊക്കെയോ മീനുകൾ, പേരറിയുന്നതും പേരറിയാത്തതുമായ കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഈ ഒരു ചുവന്ന മീനും പിന്നെ കുറച്ച് കൊഞ്ചും പിന്നെ മത്തിയാണ് മേടിച്ചിട്ട് വന്നത്. കുറേ ദിവസമായി ഞാൻ പറയുന്നു ഇവിടെ മത്തി മേടിക്കണം, പരിഞ്ഞിനുള്ള സമയമാണല്ലോ, കുറച്ച് മേടിക്കാമെന്നൊക്കെ. അപ്പം വില നല്ല കൂടി നിൽക്കുന്നതായിരുന്നുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. ഇന്നിപ്പം നമുക്ക് 200 രൂപയ്ക്ക് കിട്ടിയപ്പം ഞാൻ ദേ 1 കിലോ മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ പരിഞ്ഞിയും തിന്നാൻ പിള്ളേർക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് പരിഞ്ഞീനാക്കി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ പിള്ളേർക്ക് തേങ്ങ ഇടുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ദാ വെറുതെ വറുത്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദാ മീനൊക്കെ കവറിൽ നിന്ന് മാറ്റി വെട്ടി കഴുകി എടുത്തിട്ട് ഞാൻ ദാ ഈ ചുവന്ന മീനുണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതപ്പോൾ ദേ ഞാൻ മീൻ കറി വെക്കാനായിട്ടാണ് പോകുന്നത്. വെറുതെ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ട് കടുവൊക്കെ പൊട്ടിച്ച് ദേ നല്ല അടിപൊളി കറിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കുമ്പം ഇത് 2 ദിവസം ഒരു കേടുമില്ലാണ്ടിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് പോർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് പോർക്കിൻ്റെ പണികളൊക്കെ ചെയ്തത്. ആൾ തന്നെ കഴുകി മസാലയൊക്കെ പുരട്ടി ഇതാ ഇങ്ങനെ ആവി കയറ്റിയിട്ട് വറുത്തെടുക്കുന്നുണ്ടേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോർക്ക് ഉണ്ടാക്കി നോക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ ഷെയർ ചെയ്യാമേ. പിന്നെ ദേ മീൻകറിയൊക്കെ ആയി, പോർക്ക് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ മത്തി ഇങ്ങനെ വറുക്കാനായിട്ടിട്ടു കേട്ടോ. നല്ല നെയ്യുള്ള മത്തിയായിരുന്നു. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുള്ളൂ, ബാക്കിയൊക്കെ ദേ ഇങ്ങനെ നെയ്യ് വന്നതാണ്. അങ്ങനെ ഉച്ചക്കത്തേക്കിന് ദേ കറിയൊക്കെ റെഡിയായി. മീൻ കറി, പോർക്ക് വറുത്തത്, മീനിൻ്റെ പരിഞ്ഞീര്, പിന്നെ മീൻ വറുത്തത്, പിന്നെ ഇന്നലത്തെ കുറച്ച് തോരനുണ്ടായിരുന്നു, പിന്നെ ഒരു മുട്ടയും കൂടെ ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.